ജോസഫ് സി മാത്യു കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, അങ്ങനെ ആറാമത്തെ ആൾ, പ്രധാനപ്പെട്ടയാൾ, പ്രധാനി അറസ്റ്റിലാവുകയാണ്. എ പത്മകുമാർ എങ്ങനെ വിലയിരുത്തുന്നു? സത്യത്തിൽ വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. അതായത് ഈ ചുരുളഴിഞ്ഞതിന് ശേഷമുള്ളതിൽ പക്ഷേ ഒരു 6 മാസം മുമ്പ് അല്ലെങ്കിൽ 1 വർഷം മുമ്പ് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്ത് നിന്നുള്ള വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ്. അത് വ്യക്തിപരതയ്ക്ക് അപ്പുറത്ത് CPM-ന്റെ വളരെ സമുന്നതനായ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവ്, മുൻ MLA, പാർട്ടി ഫുൾ ടൈമർ, പാർട്ടി ഏറ്റെടുത്ത ഒരു കർത്തവ്യമാണിത്. അതുകൊണ്ടാണ് ഫുൾ ടൈമേഴ്സിനെ അത് ഏൽപ്പിക്കുന്നത്. അങ്ങനെ സുപ്രധാനമായിട്ടുള്ള ഒരു കടമ എന്നുള്ള രീതിയിൽ അതിനെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നാണ് കണ്ടെത്തൽ എന്നും കൂടിയാണെങ്കിൽ വളരെ ആസൂത്രിതമായി ചെയ്ത മറ്റ് നോട്ടപ്പിഴവോ ജാഗ്രതക്കുറവോ സാധാരണ പദാവലികൾ കൊണ്ടൊന്നും ന്യായീകരിക്കാൻ പറ്റാത്ത മോഷണമാണ് നമ്മൾ പറയുന്നത്. അതും എവിടെ നിന്നാണോ മോഷ്ടിക്കരുതാത്ത ഒരു അവസാന ലിമിറ്റ് എന്ന് പറയാവുന്നവരുടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന്, ശ്രീകോവിലിൽ നിന്ന് മോഷണം നടത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എങ്കിലും പറയുന്നത്. അതുകൊണ്ട് ഇത് പത്മകുമാറിന്റെ മാത്രം ഒരു വിഷയമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. അതിന് പാർട്ടി എന്തുകൊണ്ടാണ് ഇത് പുറത്തു വന്ന ശേഷവും ഇത്രയധികം ഡിഫെൻസീവിൽ ഇതിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളതിന് പാർട്ടിയും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ രീതിയിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് ഇവരെല്ലാവരും കൂടെ കൊണ്ടുവരുന്നത് സംസ്ഥാനത്തെയും പാർട്ടിയെയും. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ എല്ലാ പുരോഗമന ശബ്ദങ്ങളെയും കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്.